Yes, sir. Okay. So the last class we discussed the consumer buying behavior. What is consumer buying behavior? What are the factors influencing consumer buying behavior? So important points: psychological factors, then cultural factors, social factors, and personal factors. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then moving on next topic, consumer buying decision process. നമ്മൾ ഇത്രയും നാൾ ഡിസ്കസ് ചെയ്തത് ബൈയിങ് ബിഹേവിയറും ആ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളെ ഒരു ബിഹേവിയർ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫാക്ടർ കാരണം നമ്മൾ പേഴ്സണൽ ഫാക്ടറോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടറോ അതല്ലെങ്കിൽ മറ്റു നമ്മൾ മുമ്പ് പഠിച്ച കൾച്ചറൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, ഇതിന്റെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസിൽ നമ്മളൊരു ഡിസിഷൻ എടുത്തു, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്ന പ്രോസസ്, അതിനെയാണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്. ബൈയിങ് ഡിസിഷൻ പ്രോസസ് ആണ് ബൈയിങ്, അത് വാങ്ങിക്കാനുള്ള തീരുമാനം എടുക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിനാണ് consumer buying decision process എന്ന് പറയുന്നത്. So meaning of consumer buying decision process is it is a process a customer goes through when buying a product. It can be seen as a particular form of cost benefit analysis. A buying process is the series of steps that a consumer will take to make a purchasing decision. So എപ്പോ വാങ്ങിക്കണം, ഇപ്പൊ നമ്മളിപ്പോ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ പറഞ്ഞു. ബൈയിങ് ബിഹേവിയറിന്റെ ഡെഫിനിഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ consumers select, buy, use and dispose the to satisfy their needs and wants. So നമ്മളെ കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ, കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ വാങ്ങിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാങ്ങിക്കുന്നത്, അതാണ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. അതിന് നമ്മൾ കുറെ ഫാക്ടേഴ്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. ദെൻ ഡിസിഷൻ പ്രോസസ്, ബൈയിങ് ഡിസിഷൻ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസിൽ, നമ്മളിപ്പോ പേഴ്സണൽ ഫാക്ടർ ഏജ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഫാക്ടർ ഫാമിലി, അങ്ങനെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനം, ഒരു പ്രൊഡക്റ്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു, എനിക്ക് ഇതാണ് ബെസ്റ്റ് എന്നുള്ള ഐഡന്റിഫിക്കേഷൻ നടത്തി. ദെൻ അതിനുള്ള ഡിസിഷൻ മേക്കിംഗ്, അത് വാങ്ങിക്കാനുള്ള വെൻ ബൈയിങ് എ പ്രൊഡക്റ്റ്. So buying decision process is the process a customer goes through when buying a product. It can be seen as a particular form of cost benefit analysis. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യമാണ് അവിടെ പ്രധാനമായിട്ട് ചിന്തിക്കുക, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയും നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും, മീൻസ് നമ്മൾ കൊടുക്കുന്ന ചെലവാക്കുന്ന തുകയും നമുക്ക് അതിൻ്റെ നിന്ന് ആ ഒരു പ്രൊഡക്റ്റിന്റെ അകത്തുനിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സും തമ്മിലൊരു കമ്പാരിസൺ നടത്തും അല്ലെ. നമ്മളിപ്പോ ഒരു 10 രൂപയുടെ എലമെന്റ് വാങ്ങുമ്പോൾ ഈ 10 രൂപക്ക് മാത്രം നമുക്ക് അതിന്റെ വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുന്നതിനാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് പ്രൊഡക്റ്റിനെയും ബൈയിങ് ഡിസിഷൻ എടുക്കുമ്പോൾ, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. There is a comparison between the cost of product and value of product or benefit of product. So ആ ഒരു അനാലിസിസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ മിക്കവാറും ബൈയിങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. സോ ബൈയിങ് ഡിസിഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്? ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കുന്നതിന് കുറെ സ്റ്റെപ്പുകളുണ്ട്. ദാറ്റ് ഈസ് 5 സ്റ്റേജ് മോഡൽ ഓഫ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ് എന്ന് പറയും, അല്ലെങ്കിൽ 5 സ്റ്റേജ് ഫ്രെയിം വർക്ക് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ എന്ന് പറയും, അല്ലെ 5 സ്റ്റേജ് മെത്തേഡ് എന്നും പറയും. സോ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ മേക്കിങ്ങിൽ 5 സ്റ്റെപ്പുകളാണുള്ളത്. ദാറ്റ് ഈസ് നീഡ് റെക്കഗ്നിഷൻ, സ്റ്റാർട്ടിംഗ് ഫ്രം ടോപ്പ്, നീഡ് റെക്കഗ്നിഷൻ, ഇൻഫർമേഷൻ സെർച്ച്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, പർച്ചേസ് ഡിസിഷൻ, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഓക്കെ, സോ 5 സ്റ്റെപ്പ് നിർബന്ധമായി ഓർമ്മ വേണം. ഏതൊക്കെയാണ്? നീഡ് റെക്കഗ്നിഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് starting from need recognition, then information search, evaluation of alternatives, purchase decision, then post purchase behavior. Okay, അപ്പോൾ നമുക്ക് ഇത് 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 5 സ്റ്റെപ്പ് ഓർമ്മ വേണേ.
Then first one, need recognition. Purchase cannot take place without recognition of need. The need may have been triggered by internal stimuli such as hunger or thirst, or external stimuli such as advertising. According to Maslow's hierarchy, only when a person has fulfilled the needs at a certain stage can he or she move to the next stage. അത് നമുക്കിപ്പോ ഒരു പ്രൊഡക്റ്റ് ആവശ്യമായി വരുന്നത്, നീഡ് റെക്കഗ്നീഷൻ നമ്മുടെ ആവശ്യം മനസ്സിലാക്കുക എന്നുള്ളത്. സോ നീഡ് റെക്കഗ്നീഷനിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നീഡ് ഉണ്ടാകുന്നത്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഫാക്ടർ കാരണം നമുക്കുള്ള വിശപ്പ്, ദാഹം, അങ്ങനെയുള്ള ഇന്റേണൽ സ്റ്റിമുലി കാരണം നമുക്ക് നീഡ്, ഒരു പ്രൊഡക്റ്റിനോടുള്ള നീഡ് വരാം. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലീസ് സച്ച് ആസ് അഡ്വർടൈസിങ് ഓർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ സ്റ്റിമുലി ആണ്. ഇതിപ്പോ നമ്മൾ പരസ്യം കണ്ടിട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്റേണൽ സ്റ്റിമുലി അല്ലാതെ നമ്മൾ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പിലുള്ളവർ, അതായത് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സ്, കൊളീഗ്സ്, അങ്ങനെയുള്ളവരുടെ ഒക്കെ തന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടും നമുക്കൊരു പ്രൊഡക്റ്റിനോട് താല്പര്യം ഉണ്ടാവാം. അതാണ് നീഡ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമ്മളുടെ ആവശ്യം ഉണ്ടെങ്കിലേ നമ്മളത് വാങ്ങിക്കുള്ളൂ അല്ലെ. നമുക്കൊരു നീഡ് ഉണ്ടാവണം, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. നിങ്ങളിപ്പോ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു നീഡ് റെക്കഗ്നീഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തി. ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുന്നു. നോട്ട്ബുക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അവിടെ ഒരു നീഡ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കോളേജിൽ അതിനെ കൊണ്ട് ഉപയോഗമുണ്ട്, നമുക്കത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ഒരു ഇന്റേണൽ സ്റ്റിമുലി ആയിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. എനിക്ക് തന്നെ താല്പര്യപ്പെട്ടു, ഞാൻ തന്നെ ആവശ്യപ്പെട്ട് വാങ്ങിക്കുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇപ്പൊ ഷൂസ് പോലെ നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉള്ളത് നിങ്ങൾ കൂടുതലും അഡ്വർടൈസ്മെന്റ് ബേസ് ആയിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ അഡ്വർടൈസിങ് കണ്ടത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടാവാം. സോ രണ്ട് രീതിയിലാണ് നമ്മളെ നീഡിനെ ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മളെ നീഡിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നത്. ഒന്ന് ഇന്റേണൽ സ്റ്റിമുലി ആണ്, മറ്റൊന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലീസ് ആണ്. ഇന്റേണൽ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഹങ്കർ, തേഴ്സ്റ്റ്, അതേപോലെ ഷെൽട്ടർ, ഫുഡ്. പൊതുവെ ഫുഡും ഷെൽട്ടറും ഇതൊക്കെ നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സ് ആണ്, ബേസിക് നീഡ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഇന്റേണൽ സ്റ്റിമുലീസ്. ദെൻ എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ കാരണം, അതായത് അഡ്വർടൈസിങ് പോലെ, മറ്റുള്ളവർ തന്ന ഇൻഫർമേഷൻ കൊണ്ട്, അങ്ങനെയുള്ള നീഡ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീഡ് റെക്കഗ്നീഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ആവശ്യം മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് നീഡ് റെക്കഗ്നീഷൻ. ഓക്കെ, സോ നമുക്കൊരു നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോ നീഡ് ഉണ്ട്, അതായത് നേരത്തെ പറഞ്ഞ നോട്ട്ബുക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് എന്റെ നീഡ്. എന്റെ ആവശ്യം നോട്ട്ബുക്കാണ്. സോ ഇൻഫർമേഷൻ സെർച്ച്. അപ്പൊ ഈ നീഡുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. ദിസ് ഈസ് എ ബയേഴ്സ് എഫേർട്ട് അറ്റ് സെർച്ചിങ് ദി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെന്റ്സ് ടു ഐഡന്റിഫൈ ആൻഡ് ഒബ്സർവ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി പോർട്ടൽ ബൈയിങ് ഡിസിഷൻ. അപ്പൊ നിങ്ങളൊരു സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്കൊരു നീഡ് വന്നു, നിങ്ങൾക്കൊരു ആവശ്യം, നിങ്ങളുടെ മൈൻഡിനകത്ത് ഒരു ഇന്റേണൽ നീഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി കാരണമുള്ള ഒരു നീഡ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പൊ അടുത്തതായിട്ട് ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ തന്നെ, ബയേഴ്സ് തന്നെ സ്വന്തം എഫേർട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഇൻഫർമേഷൻ സെർച്ച്. സോ ഇന്റേണൽ സെർച്ച് refers to recalling the past experience with the product. External search is conducted when customer tries to seek information from personal sources like family, friends, commercial sources like advertising, sales people, or public sources like newspaper and television. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ സെർച്ച് രണ്ട് രീതിയിലുണ്ട്. നമ്മൾ നേരത്തെ നീഡ് റെക്കഗ്നീഷൻ രണ്ട് രീതിയിൽ പറഞ്ഞു, ഇന്റേണൽ നീഡും എക്സ്റ്റേണൽ നീഡും അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ നീഡ് എൻഹാൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഇന്റേണൽ ഫാക്ടറും എക്സ്റ്റേണൽ ഫാക്ടറും. ഇന്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓൺ നീഡാണ്, ഹങ്കർ പോലെ, തേഴ്സ്റ്റ് പോലെ, ഫുഡ് പോലെ, ഷെൽട്ടർ പോലെയുള്ള കാര്യങ്ങൾ. എക്സ്റ്റേണൽ നീഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻഹാൻസിങ് നീഡ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വർടൈസിങ് പോലെ, മറ്റുള്ളവർ പറഞ്ഞു കേട്ട മൗത്ത് പബ്ലിസിറ്റി കാരണം, അതൊക്കെയാണ് എക്സ്റ്റേണൽ നീഡിൽ വരുന്നത്. അതേപോലെ നമുക്കൊരു നീഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുള്ളത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ നീഡ് എന്ന് പറയുന്നത് നോട്ട്ബുക്കാണ്. അപ്പൊ ആ നോട്ട്ബുക്ക് എന്നുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്റെ മുമ്പിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഞാൻ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളെയാണ് ഇൻഫർമേഷൻ സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് രീതിയിൽ ഈ ഇൻഫർമേഷൻ സെർച്ച് നടത്താം. ഞാൻ ഇത്രയും നാളും കുറെ ക്ലാസ്സുകൾ പഠിച്ചു വന്ന ആളാണ്, അതുകൊണ്ട് ഒരുപാട് നോട്ട്ബുക്ക് ഞാൻ യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാനിപ്പോ കഴിഞ്ഞ സെമ്മ് വരെ ഉപയോഗിച്ചത് ക്ലാസ്മേറ്റ്സിന്റെ നോട്ടാണ്. അപ്പൊ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആ ഒരു നോട്ട്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം
ചിലപ്പോൾ നല്ലതാവാം, മോശമാവാം. അപ്പൊ അങ്ങനെ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ സെർച്ചിനെയാണ് ഇന്റേണൽ ഇൻഫർമേഷൻ സെർച്ച് എന്ന് പറയുന്നത്. ഞാൻ തന്നെ എന്നിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നു. മറ്റൊരു എക്സ്റ്റേണൽ സെർച്ച്, പുറത്ത് നിന്നുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്യാം. അതിലാണ് നമുക്ക് എക്സ്റ്റേണൽ ഏജൻസീസ് ലൈക്ക് എക്സ്റ്റേണൽ പേഴ്സണൽ സോഴ്സസ് ലൈക്ക് ഫാമിലി, ഫ്രണ്ട്, നമ്മുടെ വീട്ടിലുള്ളവരോട് ചോദിക്കുന്നു, നമ്മുടെ ക്ലാസ്സിലുള്ളവരോട് ഏതാ ബെസ്റ്റ് നോട്ട്, നല്ല നോട്ടിനെ പറ്റിയുള്ള സജഷൻസ്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അഡ്വർടൈസ്മെന്റ്സ്, ടി വിയിലും ഇതിലൊക്കെ വരുന്ന അഡ്വർടൈസ്മെന്റ്സ്, അല്ലെങ്കിൽ സെയിൽസ് പീപ്പിൾ, കടക്കാരോട് ചോദിക്കുന്നു. അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലൊക്കെ വരുന്ന ആഡുകൾ നോക്കുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ ഒരു പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഇൻഫർമേഷൻ കളക്ഷനും ഉണ്ട്. സോ രണ്ട് രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഒന്ന് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, മറ്റൊന്ന് എക്സ്റ്റേണൽ ഏജൻസീസ്, എക്സ്റ്റേണൽ പീപ്പിൾസിനോടുള്ള ഇൻഫർമേഷൻ സെർച്ച്. സോ ഇൻഫർമേഷൻ സെർച്ച് എന്നുള്ളത് ബയർ തന്നെ സ്വന്തം എഫേർട്ടിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് രണ്ട് രീതിയിൽ ചെയ്യാം, ഇന്റേണൽ സെർച്ചും ഉണ്ട്, എക്സ്റ്റേണൽ സെർച്ചും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജ് ആണ്, നമുക്ക് ഇൻഫർമേഷൻസ്, ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻസ് ആണ്. ഇനി ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അറ്റ് ദിസ് സ്റ്റേജ് കൺസ്യൂമർ ഇവാലുവേറ്റ് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഓർ ബ്രാൻഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് varying product attribute and whether these can deliver the benefits that the customer are seeking. A factor that heavily influences this customer's attitude. Involvement is another factor that influences the evaluation process. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ, ഞാനിപ്പോൾ നോട്ട്ബുക്കാണ് എൻ്റെ നീഡ്. ഒന്നാമത്തെ സ്റ്റേജിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്ത, ഐഡന്റിഫൈ ചെയ്ത എൻ്റെ നീഡ് എന്ന് പറയുന്നത് നോട്ട്ബുക്കാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ സെർച്ച് ചെയ്തു. നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളോട് ചോദിച്ചു, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു, എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ സൊല്യൂഷൻസ്. ഇന്ന കമ്പനിയുടെ അത് വാങ്ങിച്ചോ, അല്ല നീ അത് വാങ്ങിക്കണ്ട, വേറൊരു പുതിയ കമ്പനി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടി. ആ കിട്ടിയ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ഓപ്ഷൻസ്, അതിനെയാണ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഡിഫറെന്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാൻഡ്സിനെ നമ്മൾ ആ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്, അതേപോലെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നതും, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു തന്നതും, എന്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു തന്നതും, അതല്ലാതെ ഞാൻ തന്നെ സ്വമേധയാ കണ്ടെത്തിയതുമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇതിനെയൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു തന്ന ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന നോട്ട്, ആ നോട്ടിനെ പറ്റി ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്, അതായത് അതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ആ ഒരു പേപ്പറിന്റെ ക്വാളിറ്റി, അതേപോലെ അതിന്റെ നമ്പർ ഓഫ് പേജസ്, അതിന്റെ പ്രൈസ്, അങ്ങനെയുള്ളതൊക്കെ നോക്കി അതിനെ ഇവാലുവേറ്റ് ചെയ്തു. അതേപോലെ എന്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു തന്നത് വേറൊരു നോട്ട്ബുക്കാണ്, അവർ പറഞ്ഞു തന്നതിനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്തു. അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. സോ ഈ ഇവാലുവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നോക്കുന്നത് പ്രൈസ് എന്നുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കും. അതായത് പ്രൈസ് പരമാവധി ചെറിയ പൈസക്ക് കിട്ടുന്നത്. നേരെ കുറച്ച് ഞാനല്ലാതെ നിങ്ങളിൽ ഒരാളാണ് ഈ കസ്റ്റമർ എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നോക്കുക പ്രൈസ് ഒന്നും ആയിരിക്കില്ല, പേപ്പറിന്റെ ക്വാളിറ്റി ആയിരിക്കും. അപ്പം കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നാലാമത്തെ പർച്ചേസ് ഡിസിഷൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറേ ഓൾട്ടർനേറ്റീവ്സിനകത്തു നിന്നും ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് ഒന്നിനെ സെലക്ട് ചെയ്യാം. In this stage, the purchase takes place. The final purchase decision can be disrupted by two factors: negative feedback from other customers and the level of motivation to company or accept the feedback. The decision may be disrupted due to anticipated situations. അപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പറഞ്ഞു തന്നതും, വീട്ടുകാർ പറഞ്ഞു തന്നതും, കോളേജിലുള്ള വർക്കേഴ്സ് പറഞ്ഞു തന്നതൊക്കെ ഓരോ ബ്രാൻഡിനെയും ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് ഞാനൊരു ഡിസിഷനിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ അത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഡിസിഷനിലേക്ക് എത്തിയത് നിങ്ങൾ പറഞ്ഞു തന്ന ക്ലാസ്മേറ്റ്സ് നോട്ടാണ് എനിക്ക് ബെറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഡിസിഷൻ കിട്ടി. ഞാൻ ആ ഡിസിഷൻ പ്രകാരം പർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻ പ്രകാരം ഉള്ളതിനെ പർച്ചേസ് ചെയ്യാം. അറ്റ് ദി സ്റ്റേജ് പർച്ചേസ് ടേക്സ് പ്ലേസ്. അപ്പൊ നമ്മൾ ക്ലാസ്മേറ്റ്സിന്റെ നോട്ട് വാങ്ങിച്ചു. ദെൻ ഈ ഒരു തീരുമാനത്തെ, ഈ ഒരു പർച്ചേസ് ഡിസിഷനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, എഫക്ട് ചെയ്യാം. ഒന്ന്, നമ്മൾ വാങ്ങിച്ച് വരുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക്, നമ്മൾ ഇത് മുമ്പ് വാങ്ങിച്ചവര് നമുക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, അതർ കസ്റ്റമേഴ്സ് നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തരാം ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു തീരുമാനം തെറ്റാണ് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ദെൻ ആന്റിസിപ്പേറ്റഡ് സിറ്റുവേഷൻ, ചില സിറ്റുവേഷൻസ്, എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മളെ ഈ ഒരു തീരുമാനത്തെ ബാധിക്കാം.
അത് ഓരോരുത്തരുടെയും കേസിൽ ഓരോ ലെവലായിരിക്കും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പർച്ചേസ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സിന് ശേഷം നമ്മൾ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുകയും ആ ഡിസിഷനനുസരിച്ചിട്ടുള്ള പർച്ചേസിങ് പോസിബിൾ ആക്കുകയും ചെയ്യുന്ന സ്റ്റെപ്പാണ് പർച്ചേസ് ഡിസിഷൻ. അപ്പൊ ഈ ഒരു സ്റ്റേജോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. പർച്ചേസിങ്ങിന് ശേഷമുള്ള എൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ. At this stage, consumer will compare product with their previous expectation and will be either satisfied or dissatisfied. This can greatly affect the decision process for similar purchase from the same company in the future, having a knock-on effect at the information stage and evaluation of alternative stage. ഇപ്പൊ ഞാൻ ഇപ്പൊ ക്ലാസ്മേറ്റ്സിന്റെ നോട്ടൊക്കെ വാങ്ങിച്ചു, ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എന്തുണ്ടാവാം, ഇതിന്റെ മുകളിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവാം. കാരണം എൻ്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എൻ്റെ നീഡ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ലെവൽ ഓഫ് എക്സ്പെക്ടേഷനുമായിട്ട് ഈ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നോട്ട് കഴിഞ്ഞു, അടുത്ത നോട്ട് വാങ്ങേണ്ട സമയമാകുമ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്നേ സമയത്ത് ഉണ്ടാകുന്ന ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സ്റ്റേജ്, അതേപോലെ ഇൻഫർമേഷൻ സെർച്ച് സ്റ്റേജ് ഒക്കെ അന്നും ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഇതൊക്കെ വില കൊടുക്കും അല്ലെ. ഞാൻ മുമ്പ് വാങ്ങിയിട്ട് എനിക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഒന്നും അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ ഒഴിവാക്കിയേക്കാം. അതിനെ നമ്മൾ പറയുന്നൊരു പേരാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയും. കോഗ്നിറ്റീവ് ഡിസൊണൻസ്, അതായത് നമ്മൾ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിനെയാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റ് നമ്മൾ ഈ ആദ്യത്തെ 4 സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അതായത് നീഡ് റെക്കഗ്നീഷൻ, ദെൻ ഇൻഫർമേഷൻ സെർച്ച്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, പർച്ചേസ് ഡിസിഷൻ. ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിൽ ഈ പ്രൊഡക്റ്റ് ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണ് കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് തരുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യില്ല, ഓപ്റ്റ് ചെയ്യില്ല അല്ലെ. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് സമയത്ത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ സമയത്ത് നമ്മൾ ഇതിനെ തള്ളും. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്ന പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിനെയാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്നത്. സോ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറും ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള അറിയലാണ്. അറ്റ് ദി സ്റ്റേജ് കൺസ്യൂമർ വിൽ കമ്പയർ ദ പ്രൊഡക്ട്സ് വിത്ത് ദെയർ പ്രീവിയസ് എക്സ്പെക്ടേഷൻസ്. അയാളുടെ എക്സ്പെക്ടേഷൻസുമായിട്ട് ഈ പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? So what are the 5 stage model of consumer buying decision process? What are the 5 stages? Hello? Areda? So need recognition. Then information. Arun Raj. sir, present. എന്തൊക്കെയാടാ 5 stage model of buying decision? Arun Raj. What are the 5 stages in consumer buying decision process? അരുണ്, ഞാൻ ഈ പറയുന്നതും ഇത്രയും നേരം പ്രസന്റ് ചെയ്തതൊന്നും കണ്ടില്ല നീ? അരുൺ രാജ്, മൈക്ക് ഒന്ന് ഓൺ ചെയ്ത്. ഹലോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതും പ്രസന്റ് ചെയ്തതൊന്നും നീ കണ്ടിട്ടില്ല? ഒന്ന് ഇൻഫർമേഷൻ നമ്പർ എത്രയാ? 26.
സാർ ഒന്ന് ഇൻഫർമേഷൻ സെർച്ചും ഉം. പിന്നെ ആൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ, ഉം. പർച്ചേസ് ഡിസിഷൻ, ഉം. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. എത്രയായി? 4 ഉള്ളൂ. 4 ഉള്ളോ? പിന്നെ നീഡ് റെക്കഗ്നേഷൻ. അതെവിടെയാ? ലാസ്റ്റാ? അല്ല, അത് ഫസ്റ്റ്. എന്താ നീഡ് റെക്കഗ്നീഷൻ? ആവശ്യം തിരക്കല്. പിന്നെയോ അടുത്ത സ്റ്റെപ്പോ? പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക പ്രൊഡക്റ്റ്. ഇൻഫർമേഷൻ സെർച്ച് 2 രീതി പോസിബിൾ ആണ്. എങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുക? ഒന്ന് ഇന്റേണലും ഒന്ന് എക്സ്റ്റേണലും. ഇന്റേണൽ എന്ന് പറഞ്ഞാല്? ഇന്റേണൽ വെച്ചാല് നമ്മൾ തന്നെ കണ്ടെത്തുന്നത്. എക്സ്റ്റേണൽ നമ്മളല്ല വേറെ ആൾ കണ്ടെത്തിത്തരും. ഫ്രണ്ട്സായിട്ട് ഫ്രണ്ട്സ്, ഫാമിലി. ഇൻഫർമേഷൻ സെർച്ച് എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ടുന്ന, നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇന്റേണൽ സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള സെർച്ച്. എക്സ്റ്റേണൽ സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതും ചെയ്യേണ്ടത്. ബട്ട് എക്സ്റ്റേണൽ ഏജൻസീസ് ലൈക്ക് അഡ്വർടൈസിങ്, ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ളവരോട് ചോദിച്ചിട്ടുള്ള സെർച്ചിനാണ് എക്സ്റ്റേണൽ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ്സ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. എന്തിന്റെ ബേസിലായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക? എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് നോക്കും അല്ലെ? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് പോളിസി, പ്രൊഡക്റ്റിന്റെ എഫക്റ്റീവ്നെസ്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റെപ്പില് പർച്ചേസ് ഡിസിഷൻ. നമ്മൾ എടുത്തൊരു തീരുമാനം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തൊരു തീരുമാനം ഉണ്ടാവും, അയാളെ പർച്ചേസ് ചെയ്യാം. ദെൻ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അത് ശരിയാണോ? ആഫ്റ്റർ പർച്ചേസിങ് നമ്മൾ കമ്പയർ ചെയ്യണം നമ്മുടെ എക്സ്പെക്ടേഷനും നമ്മുടെ പ്രൊഡക്റ്റും, നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റും തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ? അങ്ങനെ കമ്പാരിസൺ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇൻ കേസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ആ ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യും? അടുത്ത പർച്ചേസ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെ ബൈങ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ഇൻഫർമേഷൻ സെർച്ചിന്റെ സമയത്തും ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷന്റെ സമയത്തൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ അങ്ങ് മാറ്റി വെക്കും. സോ അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ ഇത് ഉപയോഗിക്കാതെ വരും. അതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് പറയുന്നത്. ഹലോ വൈശാഖെ പറഞ്ഞോ. ക്ലിയർ ആവുന്നില്ലടാ. പറ്റുന്നില്ലേ? അതെയോ, ഒരു മിനിറ്റ്. കഴിഞ്ഞ അവർ ഉണ്ടായിരുന്നോടാ? സാർ
ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറയുമോ വിഷായ? അദ്വൈത് ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം ഒന്നുകൂടി റീകോൾ ചെയ്യാണ്. നമ്മുടെ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിന്റെ 5 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റേജ് മോഡൽ ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, സ്റ്റാർട്ടിംഗ് ഫ്രം നീഡ് റെക്കഗ്നിഷൻ, ദെൻ ഇൻഫർമേഷൻ സെർച്ച്, ദെൻ evaluation of alternatives, then purchase decision, and last one is the post purchase behavior. Okay, so ഇത് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ സിലബസിൽ ഈ ഒരു ടോപ്പിക് ആയിട്ട് എടുത്ത് പറഞ്ഞില്ല എങ്കിലും കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് പർച്ചേസ് ഡിസിഷൻ പ്രോസസ്. സോ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ആൻഡ് കസ്റ്റമർ പർച്ചേസ് ഡിസിഷൻ ആൻഡ് കൺസ്യൂമർ പർച്ചേസ് ഡിസിഷൻ പ്രോസസ്. സോ നമ്മുടെ മൊഡ്യൂൾ 4ന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മളെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശരിക്കും മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ബാക്കിയായിട്ട് വരേണ്ടതാണ്. അതായത് ഇത്രയും കാര്യമാണ് നമ്മുടെ മൊഡ്യൂൾ 4, കൺസ്യൂമർ ബിഹേവിയർ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, പെർസീവ്ഡ് റിസ്ക്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇത്രയായാലും നമ്മുടെ 4th മൊഡ്യൂൾ കഴിയും. ഇതിലൊരു പെർസീവ്ഡ് റിസ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അത് നമുക്ക് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ചെറിയൊരു ടോപ്പിക്കാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുള്ളത്. നമുക്കിപ്പോ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലേ? നമുക്ക് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രം ബർത്ത് ടു നമ്മളെ ഡെത്ത് വരെയുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സമയം, അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചൈൽഡ്ഹുഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആയി മാറിയിട്ടുണ്ട്, ദെൻ ടീനേജേഴ്സ് ആയിട്ടുണ്ട്, ദെൻ അഡൽട്സ് ആയിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഓൾഡ് ഏജസ് ആവും, നമ്മൾ എക്സ്പയർ ആവും. അതേപോലെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഒരു ഫ്രഷ് പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റിനും ഇതേപോലെ ഡിഫറെന്റ് സ്റ്റേജുകളുണ്ട്. ആ പ്രൊഡക്റ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടാവും, അതിനൊരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടാവും, അതിനൊരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ടാവും, അതിനൊരു ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ടാവും, അത് ഡെഡ് ആവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കറിയാം. നമ്മൾ ചെറുതിലൊക്കെ കണ്ട് ശീലിച്ച കുറെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ കാണാനേ ഇല്ല. അപ്പൊ അത് ഈ പറയുന്ന ഡിഫറെന്റ് ലൈഫ് സ്റ്റേജിലൂടെ അല്ലെ ലൈഫ് സൈക്കിൾ സ്റ്റേജിലൂടെ കടന്നുപോയി ഡെഡ് ആയതാണ് പല പ്രൊഡക്റ്റുകളും. അപ്പം ആ ഒരു സ്റ്റേജ്, ഡിഫറെന്റ് ലൈഫ് സ്റ്റേജസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ PLC എന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയും. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, വാട്ട് ആർ ദ സ്റ്റേജസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ലൈഫ് സ്റ്റേജസ് ഓഫ് എ പ്രോഡക്റ്റ്. 4 സ്റ്റേജുകളാണുള്ളത്. ആ 4 സ്റ്റേജ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് ക്ലിയർ ഫോർ യു what is consumer buying behavior, what are the factors influencing consumer buying behavior, then what is a consumer decision making process. Clear alle? Yes sir. Okay, നമുക്ക് ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന് റോൾ നമ്പേഴ്സ് ഒന്ന് ലേറ്റ് ആണെന്ന് പറഞ്ഞു. റോൾ നമ്പർ 1, സാറിന്റെ മൈക്ക് കംപ്ലൈന്റ്. ഓക്കെ, നമ്പർ 3, number 3, 7, number 9, 11, roll number 11, roll number 13. 11 chat box message. Okay, number 13, number 15, present sir. number 17, number 18,
Present, sir. Number 30, 30. Present, sir. So the absent is roll number 3, 7, 13, 17. 3, 7, 13, 17. Okay, അല്ലേ? ഈ അമർനാഥിനോടൊന്ന് പറയണം, വെറുതെ ഒന്ന് ഈ ജോയിൻ ആയാലൊന്നും അറ്റൻഡൻസ് തരാൻ കഴിയില്ല എന്നൊന്നും അവരെ അറിയിച്ചേക്കിട്ടാ. നിങ്ങൾ എല്ലാവരും ലെഫ്റ്റ് ചെയ്താലും ഓനും ഇല്ല തന്നെ ഉണ്ടാവും. രാവിലെ ഇത് ഓണാക്കി വെക്കും, പിന്നെ ഈ 12:30 1 മണിയാകുമ്പോൾ വന്ന് ലോഗൗട്ട് ചെയ്ത് പോവാണെന്നാ തോന്നുന്നത്. ഒന്ന് അവനെ പറ്റുന്ന ആളൊന്ന് വിളിച്ചൊന്ന് പറഞ്ഞേക്ക്, ഈ ഒരു പരിപാടി നമുക്ക് എത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അറ്റൻഡൻസ് ഞാൻ കൊടുക്കാറില്ല. അറ്റൻഡൻസ് നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നുള്ളതിനെ കൊണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് അറ്റൻഡൻസ് കോൾ ചെയ്യാത്തവർക്ക് അറ്റൻഡൻസ് ഞാൻ തരില്ല. നിങ്ങൾ അറ്റൻഡീവ് ആകുന്നതിനാണ് അറ്റൻഡൻസ്. അല്ലാതെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പിന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രസൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡീവ് ആകുക എന്നുള്ളതിന് മാത്രമേ അറ്റൻഡൻസ് തരാൻ കഴിയൂ. അമർനാഥ്, അതേപോലെ റോൾ നമ്പർ 13 ആണ് ജുനൈദ് ഇന്നില്ല അല്ലെ? ജുനൈദ് ഇല്ല. 17 പ്രണവ് കെ ഉണ്ടല്ലോ. ജോയിൻ ചെയ്തിട്ടുണ്ട്. അറ്റൻഡൻസ് ഇത്രയും വിളിച്ചിട്ട് അവൻ അറ്റൻഡൻസ് പറഞ്ഞില്ല. ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ശരി, താങ്ക് യു. താങ്ക് യു സർ.